നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസ്. തിരൂരിൽ അടച്ചിട്ട വീട്ടിൽ വൻ കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 4.5 ലക്ഷം രൂപ നഷ്ടമായി. പ്രമുഖ ആധാരമെഴുത്തുകാരനായ തൃക്കണ്ടിയൂർ വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. ശിവശങ്കരൻ നായരുടെ കിടപ്പുമുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചതായിരുന്നു പണം. അലമാരയുടെ പൂട്ട് തകർക്കുകയും സാധനങ്ങൾ വാരിവലിച്ച് താഴെയിടുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് മുറികളിലേക്കൊന്നും കടന്നിട്ടില്ല. ആദ്യം കടന്ന മുറിയിൽ നിന്ന് തന്നെ വൻ തുക ലഭിച്ചതോടെ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് കരുതുന്നു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ വീട് പൂട്ടി ഉറങ്ങാനായി സമീപത്തെ വീട്ടിലേക്ക് പോയതായിരുന്നു ശിവശങ്കരൻ നായരും ഭാര്യ ശാന്തകുമാരിയും. നോക്കി തുറന്നു നോക്കുമ്പോൾ ഒരു 6 മണിക്കൊക്കെ തുറന്ന് വന്നപ്പോൾ അത് തുറന്നു കിടക്കുന്നുണ്ട്. ലോക്ക് പിന്നെ ബ്ലോക്ക് ഇതായിട്ട് പൊട്ടിച്ച് കിടക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അവർ വന്ന് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നഷ്ടമായത്? നഷ്ടപ്പെട്ടത് അച്ഛനെ അറിയുള്ളൂ. ഇവിടെ ഉപയോഗിക്കാത്ത പിന്നെ നമ്മൾ ഓഫീസായിട്ട് ഉപയോഗിക്കുന്ന വീടാണ്. അപ്പോൾ അവർ നോക്കിയിട്ട് അവർ എന്തൊക്കെയാണ് പോയതെന്നുള്ളത് അച്ഛനെ അറിയുള്ളൂ. നോക്കിയിട്ട് അവിടെയാണോ? അപ്പുറത്തെ വീട്ടിലാണ് കിടക്കുന്നത്. തൊട്ടടുത്ത സ്വന്തം അപ്പുറത്തെ വീടുണ്ട്, അവിടെ കിടക്കുന്നത്. ഇവിടെ പൂട്ടിയിട്ട് പോകുന്നതാണ്. ഇന്നലെ രാത്രി എപ്പോൾ പൂട്ടിപ്പോയതാ? 10 മണിക്കൊക്കെ പൂട്ടിയിട്ടുണ്ടാവും. തിരൂർ SI സുജിത്തിന്റെ നേതൃത്വത്തിൽ വീട്ടിൽ പ്രാഥമിക പരിശോധന നടത്തി. നേരത്തെ ശിവശങ്കരൻ നായരും കുടുംബവും താമസിച്ചിരുന്നതാണ് വീട്. സമീപത്ത് പുതിയ വീട് വെച്ചതോടെ പകൽ മാത്രമാണ് ഇവിടെ ആളുണ്ടാകാറുള്ളത്. എന്നും രാത്രി ഉറങ്ങാൻ ശിവശങ്കരൻ നായരും ഭാര്യയും പുതിയ വീട്ടിലേക്ക് പോകുന്നതാണ് പതിവ്. വ്യാഴാഴ്ചയും ഇതുപോലെ പോയതായിരുന്നു.